ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വാക്സിനേഷൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനാണ് വാക്സിനേഷൻ തയ്യാറാക്കുന്നത്. രാജ്യവ്യാപകമായ വാക്സിനേഷൻ യജ്ഞം ഉടൻ ആരംഭിക്കും. ഇന്ത്യയിലെ സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണകാരണമാകുന്നതാണ് ഗർഭാശയ അർബുദം അഥവാ സെർവിക്കൽ ക്യാൻസർ. പ്രതിവർഷം 1.25 ലക്ഷത്തിലധികം സ്ത്രീകൾക്കാണ് ഈ രോഗം ബാധിക്കുന്നത്. 75,000-ഓളം പേർ മരണപ്പെടുകയും ചെയ്യും. ഏകദേശം 85% ഗർഭാശയ അർബുദങ്ങൾക്കും കാരണം HPV വൈറസ് ബാധയാണ്. ഇതിനെ പൂർണ്ണമായും പ്രതിരോധിക്കുന്നതിനാണ് വിപുലമായ വാക്സിനേഷൻ പദ്ധതി ഒരുക്കുന്നത്. 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കായാണ് വാക്സിനേഷൻ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ HPV വാക്സിനേഷൻ യജ്ഞം രാജ്യവ്യാപകമായി ആരംഭിക്കും. പെൺകുട്ടികൾ കണ്ടുവരുന്ന അർബുദ സാധ്യത കൗമാരപ്രായത്തിൽ തന്നെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് വാക്സിൻ. 8 കോടി പെൺകുട്ടികൾ ഈ പദ്ധതിയുടെ ഭാഗമാകും. 3 വർഷങ്ങളായി 3 ഘട്ടങ്ങളിലായാണ് വാക്സിനേഷൻ പൂർത്തിയാക്കുന്നത്. ആദ്യ വർഷം തന്നെ 2.6 കോടി കുട്ടികൾക്ക് വാക്സിൻ നൽകും. തുടർന്ന് 9 വയസ്സ് തികയുന്ന എല്ലാ പെൺകുട്ടികൾക്കുമുള്ള സാധാരണ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഈ വാക്സിൻ സ്ഥിരമായി ഉൾപ്പെടുത്തും. മുൻപ് HPV വാക്സിൻ 2 ഡോസുകളായാണ് നൽകിയിരുന്നത്. 2 ഡോസുകൾക്ക് പകരം ഒറ്റ ഡോസ് വാക്സിൻ നൽകാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റ ഡോസ് വാക്സിനും ഗർഭാശയ അർബുദ പ്രതിരോധത്തിന് പൂർണ്ണമായും ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയുമാണ് ഈ കുത്തിവയ്പ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ വാക്സിൻ നൽകുന്നതിലൂടെ 30 വയസ്സാകുമ്പോഴേക്കും ഈ രോഗം വരാനുള്ള സാധ്യത 85% കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.